ഈശോയിൽ പ്രിയമുള്ളവരെ, കർത്താവ് ഇന്ന് നമുക്ക് നൽകുന്ന വലിയൊരു പ്രത്യാശയുടെ വചനമുണ്ട്. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനം. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. ഈശോയിൽ പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു ദൈവിക ചൈതന്യമാണ്, ദൈവിക നിറവാണ് പ്രത്യാശ എന്നത്. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകത്താൽ നമുക്ക് ലഭിക്കുന്ന ഒരു ആത്മീയ കൃപാവരമാണ് ഈ പ്രത്യാശ എന്നത്. ജീവിതത്തിൻ്റെ ഏത് പ്രതികൂല സാഹചര്യത്തെയും സധൈര്യം നേരിട്ട് ഈ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാനുള്ള കരുത്ത് ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകുമെന്ന പൂർണ്ണമായ ഉറപ്പ്, പൂർണ്ണമായ ബോധ്യമാണ് പ്രിയമുള്ളവരെ ഈ പ്രത്യാശ എന്നത്. ഞാൻ ആശ്രമത്തിലായിരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ധ്യാനിക്കാൻ വന്നു. എന്നേക്കാൾ ഒരു 3-4 വർഷം ജൂനിയറായിട്ട് പഠിച്ച ഞാൻ അറിയുന്ന എൻ്റെ ഒരു സുഹൃത്താണ്. മിടുക്കനായിട്ട് പഠിക്കുന്നവനായിരുന്നു. നേഴ്സിംഗ് ഫീൽഡിൽ അവന് ജോലി ഉണ്ടായിരുന്നു. വിദേശത്തേക്ക് പോകുവാനായിട്ട് IELTS എക്സാമിന് വേണ്ടി പഠിച്ചു. അതിന് പ്രിപ്പയർ ആയിട്ട് ഒരു 3-4 തവണ ഈ പരീക്ഷ എഴുതിയ എൻ്റെ ഒരു സുഹൃത്ത്, ഏത് എക്സാം എഴുതുമ്പോഴും ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ, അതിന് 4 മോഡ്യൂൾസ് ഉള്ളതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഉദ്ദേശിക്കുന്ന മാർക്ക് കിട്ടാതെ വരുന്നു. അവൻ ആദ്യം പറഞ്ഞു, ആദ്യമൊക്കെ സങ്കടമായിരുന്നു. പിന്നെ 4 പ്രാവശ്യത്തോളം പരീക്ഷ എഴുതി. എല്ലാ കാര്യങ്ങളും അറിയാം, പരീക്ഷയ്ക്ക് മുന്നേ പ്രാക്ടീസൊക്കെ എടുക്കുമ്പോൾ എല്ലാം കൃത്യമാണ്. പറയുമുള്ളവർ തുടർന്ന് ഇവന് അവിടെ പഠിപ്പിക്കാൻ ചേർന്നു. ആ സ്ഥാപനത്തിൽ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്ന ഒരു മേഖലയിലേക്ക് ഇവൻ വളർന്നു വന്നു. അനേകം പിള്ളേർക്ക് ഇവൻ പരിശീലനം കൊടുത്തു. ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. പരിശീലിപ്പിച്ച ഒട്ടുമിക്ക കുട്ടികളും, ഒത്തിരി പേര് പരീക്ഷയിൽ പാസ്സായി വിദേശത്തേക്ക് പോകുവാനായിട്ട് ഇടവന്നു. ഇവന് ആഗ്രഹമുണ്ടായിരുന്നു വിദേശത്തേക്ക് പോകണം, വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഈ പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങിയത്. പക്ഷെ നാളുകൾ കഴിഞ്ഞിട്ടും ഇവന് ഈ പരീക്ഷ പാസ്സാകാനായിട്ട് പറ്റണില്ല. അപ്പോൾ പലരും പറഞ്ഞു, ഇനി നീ അതിനു വേണ്ടി ട്രൈ ചെയ്യേണ്ട. പ്രിയമുള്ളവരെ, മറ്റു പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് പറഞ്ഞു. ഇവൻ ഈ പരിശീലിപ്പിക്കുന്ന ജോലി തുടർന്നുകൊണ്ടിരുന്നു. നാളുകൾക്ക് ശേഷം ഇവൻ്റെ വീട്ടിൽ ഇവൻ്റെ അപ്പച്ചന് സുഖമില്ലാതെ വന്നു. ഇവനുള്ളത് 2 പെങ്ങന്മാരാണ്, അവരെ കെട്ടിച്ചു വിട്ടു. വീട്ടിലുള്ളത് ഇവനാണ്. ഇവൻ അപ്പച്ചൻ്റെ ആശുപത്രി കാര്യങ്ങൾ എല്ലാം നിർവഹിക്കുന്നു, വീട്ടിലെ കാര്യങ്ങളിൽ എല്ലാം സഹായിക്കുന്നു. ഇവൻ്റെ സാന്നിധ്യം ആവശ്യമായ ഒരു സമയമായിരുന്നു അത്. വീട്ടിലെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവൻ സാവധാനത്തിൽ ഈ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്ന, വിദേശത്തേക്ക് പോകുവാനൊക്കെ ആയിട്ട് പരിശീലിപ്പിക്കുന്ന ഒരു മേഖലയിലേക്ക്, ഓൺലൈൻ മേഖലയിലേക്ക് മാറി. അനേകരെ ഇവൻ സ്വന്തമായിട്ട് പരിശീലിപ്പിച്ചു. ശേഷം വീട്ടിലെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു കഴിഞ്ഞപ്പോൾ ഇവന് ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് ഇവന് വിവാഹത്തിനായിട്ട് ലഭിച്ചത്. ഇവൻ ജീവിത പങ്കാളിയെ സ്വീകരിച്ചത്. അങ്ങനെ അവളോടൊപ്പം വിദേശത്ത് പോയി ഇന്ന് ജോലി വിദേശത്ത് ചെയ്ത് ജീവിക്കുന്ന ഈ സുഹൃത്ത്. ഇവൻ ധ്യാനത്തിന് വന്ന സമയങ്ങളിൽ ഞാൻ ഇവനോട് സംസാരിച്ചു. ഇവനും ഭാര്യയും കൂടെയാണ് ധ്യാനത്തിന് വന്നത്. 4 പ്രാവശ്യം നീ പരീക്ഷ എഴുതി, പരാജയപ്പെട്ടു. ഒത്തിരി പേര് പലതും പറഞ്ഞു നിന്നെ നിരുത്സാഹപ്പെടുത്തി. മറ്റ് ജോലിക്കും കാര്യങ്ങൾക്കും ഒക്കെ പോകാനും പല കാര്യങ്ങളും പറഞ്ഞു. ഗൾഫ് നാടുകളിൽ ജോലിക്ക് പോകാനൊക്കെ ആയിട്ട് പറഞ്ഞു. എന്തുകൊണ്ട് നീ പോയില്ല? ഇപ്പം ഇവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഓരോ പ്രാവശ്യം പരീക്ഷ എഴുതുമ്പോൾ വിജയിക്കുമെന്ന ചിന്തയോടുകൂടി തന്നെ ഞാൻ പരീക്ഷ എഴുതിയത്. തോറ്റ നേരങ്ങളിൽ ചില പരാജയങ്ങളുണ്ടായിരുന്നു, ചില സങ്കടങ്ങളുണ്ടായിരുന്നു. പക്ഷേ
എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്: എനിക്ക് അല്പം കൂടെ നല്ലത് ദൈവം തരുമെന്നൊരു ബോധ്യം മനസ്സിലുണ്ടായിരുന്നു. ഞാൻ വിദേശത്തേക്ക് പോയിരുന്നുവെങ്കിൽ എൻ്റെ അപ്പച്ചൻ്റെ ചികിത്സാ കാര്യങ്ങൾ നടക്കുമായിരുന്നില്ല. അപ്പച്ചൻ്റെ ഒരു വേദനയുടെ രോഗത്തിൻ്റെ അവസ്ഥയിൽ അമ്മയ്ക്കൊറ്റയ്ക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ ദൈവം ഈ എൻ്റെ യാത്രയെ തടഞ്ഞു വെച്ചു. ഈ എൻ്റെ സാന്നിധ്യം ആവശ്യമായ ഈ എൻ്റെ ഭവനത്തിൽ ദൈവം ഇടപെട്ടു. എനിക്ക് ഏറ്റവും മനോഹരമായത് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ജോലിയെടുത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത് കേവലം ഒരു നിസ്സാരമായ സംഭവമായിട്ട് നിങ്ങൾക്ക് തോന്നാമെങ്കിലും ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന സാഹചര്യങ്ങളെ, അതായത് ജീവിതത്തിൻ്റെ ചില പ്രതികൂല സാഹചര്യങ്ങളെ തളർന്നു പോകാതെ പ്രത്യാശയോടെ നോക്കിക്കാണുവാൻ സാധിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിനെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പഴയ നിയമഗ്രന്ഥത്തിൽ നമ്മൾ പുറപ്പാട് സംഭവത്തെക്കുറിച്ച് ധ്യാനിച്ചു പോകുമ്പോൾ സംഖ്യയുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ ദൈവം വാഗ്ദാനം നൽകിയ കാനാൻ ദേശം അതൊന്ന് ഒറ്റുനോക്കുവാൻ, അതൊന്ന് കാണുവാൻ ഇസ്രായേൽ സമൂഹത്തിലെ ഗോത്രങ്ങളിൽ നിന്നും മോശ ഓരോരുത്തരെ തിരഞ്ഞെടുത്ത് ഇതാ കാനാൻ ദേശത്തേക്ക് അയക്കുന്നുണ്ട്. എന്നിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അവരെ അയക്കുമ്പോൾ അവരോട് മോശ പറയുന്ന ഒരു കാര്യമുണ്ട്. സംഖ്യയുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ അവിടെ പോയി ആ ദേശം മുഴുവൻ നിങ്ങൾ നിരീക്ഷിക്കണം. നമുക്ക് അങ്ങോട്ട് പോകാനുള്ളതാണ്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കണം. അവിടുത്തെ സമൃദ്ധിയെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണം. ദേശത്തിൻ്റെ സമൃദ്ധിയെക്കുറിച്ചും കാർഷിക മേഖലകളുടെ മെച്ചപ്പെട്ട മേന്മകളെക്കുറിച്ചുമൊക്കെ നിങ്ങൾ അന്വേഷിക്കണം. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ നോക്കിക്കണ്ട് തിരിച്ചു വരണം. നമുക്ക് അങ്ങോട്ട് പോകാനുള്ളതാണ്. പ്രിയമുള്ളവരെ, മോശ പറഞ്ഞതുപോലെ 40 ദിനരാത്രങ്ങളെടുത്തു ഇവർ കാനാൻ ദേശം ഉറ്റുനോക്കി. എല്ലാം നിരീക്ഷിച്ചു. എല്ലാം നിരീക്ഷിച്ചതിന് ശേഷം ഇവരിതാ തിരിച്ചു വന്ന് മോശയോടും ഇസ്രായേൽ സമൂഹത്തോടും അവർ പോയതിനെക്കുറിച്ച് പറയുന്നത് സംഖ്യയുടെ പുസ്തകം 13-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: 40 ദിവസത്തെ രഹസ്യ നിരീക്ഷണത്തിന് ശേഷം അവർ മടങ്ങി. അവർ പാരാൻ മരുഭൂമിയിലുള്ള കാദശിൽ വന്ന് മോശയെയും അഹറോനെയും ഇസ്രായേൽ ജനം മുഴുവനെയും വിവരം അറിയിച്ചു. ആ ദേശത്തെ പഴങ്ങൾ കാണിക്കുകയും ചെയ്തു. അവർ അവനോട് പറഞ്ഞു: നീ പറഞ്ഞയച്ച ദേശത്ത് ഞങ്ങൾ ചെന്നു. പാലും തേനും ഒഴുകുന്നതാണത്. ഇതാ അവിടുത്തെ പഴങ്ങൾ. ശ്രദ്ധിക്കണം, എന്നാൽ അവിടുത്തെ ജനങ്ങൾ മല്ലന്മാരാണ്. പട്ടണങ്ങൾ വളരെ വിശാലവും കോട്ടകളാൽ ചുറ്റപ്പെട്ടതുമാണ്. മാത്രമല്ല, അനാക്കിൻ്റെ വർഗക്കാരെയും ഞങ്ങൾ അവിടെ കണ്ടു. അമലേക്യർ, നഗബിലും ഹിത്യരും ജബൂസ്യരും അമോര്യരും പർവ്വതങ്ങളിലും കാനാന്യർ കടലോരത്തും ജോർദാൻ തീരത്തും വസിക്കുന്നു. മോശയുടെ ചുറ്റും കൂടിയ ജനത്തെ നിശബ്ദരാക്കിയിട്ട് കാലബ് പറഞ്ഞു: നമുക്കുടനെ പോയി ആ ദേശം കൈവശപ്പെടുത്താം. അത് കീഴടക്കാനുള്ള ശക്തി നമുക്കുണ്ട്. എന്നാൽ അവിടുത്തെ ജനങ്ങളെ കീഴ്പ്പെടുത്തുവാൻ നമുക്ക് കഴിവില്ല. അവർ നമ്മളെക്കാൾ ശക്തന്മാരാണെന്ന് അവനോടുകൂടെ പോയിരുന്നവർ അഭിപ്രായപ്പെട്ടു. നോക്കിക്കേ, ദൈവം വാഗ്ദത്ത ഭൂമിയിലേക്ക് ഒറ്റുനോക്കുവാനായി മോശയിലൂടെ അയച്ച 12 ഗോത്രത്തിൽപ്പെട്ടവർ അവർ പറയുന്ന മറുപടിയിലെ ഒരു അഭിപ്രായ വ്യത്യാസമാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, അവർ പോയി കണ്ടു. പാലും തേനും ഒഴുകുന്ന ദേശം, സമൃദ്ധിയുടെ ദേശം, ഇതെല്ലാം അവിടുത്തെ ഫലങ്ങളൊക്കെ പറിച്ചുകൊണ്ടൊന്ന് കാണിച്ചു കൊടുത്തെങ്കിലും ആദ്യത്തെ 10 പേര് പറയുന്ന ഒരു കാര്യമുണ്ട്: ആ ദേശത്തെ മനുഷ്യന്മാർ മല്ലന്മാരാണ്. അവരുടെ മതിലുകൾ, കോട്ടകൾ വളരെ ശക്തമാണ്. അവയെ കീഴടക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. അവരുടെ മുൻപിൽ നമ്മൾ വെറും വിട്ടിലുകളാണ്, വെറും നിസ്സാരരാണ് എന്ന് പറയുമ്പോൾ കാലബും ജോഷ്വയും ദൈവജനത്തെ പ്രത്യാശയിലേക്ക് നയിക്കുവാൻ അവർ പറയുന്നൊരു കാര്യമുണ്ട്. ഇതെല്ലാം ശരിയാണ്, ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്, പക്ഷേ നമുക്കുടനെ പോകാം. ആ ദേശത്തെ കീഴടക്കുവാനുള്ള ശക്തി നമ്മുടെ ഇടയിലുണ്ട്. എന്ന് വെച്ചാൽ ഈ കാലബിൻ്റെ ചൈതന്യം എന്ന് പറയുന്ന ഒരു വചനഭാഗമുണ്ട്.
സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 24-ാം തിരുവചനം, അവൻ്റെ സന്തതികൾ അത് അവകാശമാക്കും. എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. കാലബിനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. ബാക്കി 10 പേരുടെയും മനസ്സിൽ ശക്തരായ മനുഷ്യരെ കണ്ടപ്പോൾ, കോട്ടമതിലുകൾ കണ്ടപ്പോൾ അവയെ തകർക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മൾ അവരുടെ മുൻപിൽ വെറും നിസ്സാരരെന്ന് തോന്നിപ്പിച്ചപ്പോൾ കാലബ് പറയുന്നുണ്ട്, അവരെ കീഴടക്കാനുള്ള ശക്തി നമ്മളിലുണ്ട്. പ്രത്യാശയോടെ പറയുന്ന കാര്യം ഇതാണ്. കാലബിൻ്റെ ചൈതന്യമായിട്ട് വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു മനോഹരമായ ചിന്തയുണ്ട്. ഇസ്രായേൽ സമൂഹത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും നയിച്ച ദൈവം, രാത്രിയും പകലും അഗ്നിമേഘ സ്തംഭങ്ങളായി അവരെ സംരക്ഷിച്ച ദൈവം, അവർക്ക് ഭക്ഷിക്കുവാൻ മന്നയും കാടപ്പക്ഷിയും നൽകിയ ദൈവം, അവർക്ക് ദാഹിച്ചപ്പോൾ പാറയിൽ നിന്നും ജലം നൽകിയ ദൈവം, ചെങ്കടലിൻ്റെ നടുവിൽ പാതയൊരുക്കിയവൻ, ആ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ആ ദൈവം തങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം തങ്ങളുടെ കൂടെയുണ്ട്. ഇതാ വാഗ്ദാന പേടകം കൂടെയുണ്ട്. ഇസ്രായേൽ സമൂഹത്തെ, പഴയ നിയമ ജനതയെ സംബന്ധിച്ചിടത്തോളം വാഗ്ദാന പേടകം എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. വിശുദ്ധ ദേവാലയത്തിൽ സക്രാരിയിൽ യേശു സാന്നിധ്യം എന്നതുപോലെ തന്നെ പഴയ നിയമ ജനതയുടെ ജീവിതത്തിലെ ദൈവ സാന്നിധ്യമായിരുന്നു വാഗ്ദാന പേടകം. ഈ വാഗ്ദാന പേടകം, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. പിന്നെ എന്തിനാ പേടിക്കണേ? പിന്നെ എന്തിനാ ഭയപ്പെടണത്? ഈ ചൈതന്യമുള്ളിടത്തോളം കാലം നമുക്ക് അവയെ എതിരെ നിൽക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളെ കീഴ്പ്പെടുത്തുവാൻ, അതിജീവിക്കുവാൻ സാധിക്കും എന്ന് പറയുന്ന കാലബും ജോഷുവയും. പ്രിയമുള്ളവരെ, വചനം നമുക്ക് സാക്ഷ്യപ്പെടുന്ന കാര്യമുണ്ട്. ഈ അയക്കപ്പെട്ടവരിൽ കാലബും ജോഷുവയും ഒഴികെ മറ്റാരും വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കുന്നില്ല. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാത്ത ഒരുവൻ പോലും വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കുന്നില്ല. നോക്കിയേ, നമ്മുടെയും ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങളുണ്ട്, സഹനങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, വേദനകളുണ്ട്, അസ്വസ്ഥതകളുണ്ട്. ഇതില്ലാത്ത ഒരു മനുഷ്യനും ഇല്ലെന്നേ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും ജീവിതത്തിൽ ചില സഹനങ്ങളിലൂടെ, ചില വേദനകളിലൂടെ ഒക്കെ കടന്നു പോകുന്ന വ്യക്തികളാണ്. ഇതില്ലാത്ത മനുഷ്യരില്ല. നോക്കിയേ, ദൈവപുത്രനായ യേശു ക്രിസ്തു, വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിൽ വചനം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. വെളിപാടിൻ്റെ പുസ്തകം 19:13, അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവൻ്റെ നാമം ദൈവവചനമെന്ന. നോക്കിക്കേ, അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി എന്ന് പറഞ്ഞാൽ മാനവകുലത്തിന് രക്ഷ നൽകിയ യേശു ധരിച്ചിരുന്നത് രക്തത്തിൽ മുക്കിയ മേലങ്കി അവൻ്റെ പീഡാസഹനങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതാ. നമുക്ക് രക്ഷ നൽകിയത് യേശു ക്രിസ്തു തൻ്റെ പീഡാസഹനങ്ങളിലൂടെയാണ്, കുരിശ് മരണത്തിലൂടെയാണ്, കാൽവരി അനുഭവങ്ങളിലൂടെയാണ്. അതിനാൽ യേശു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാ, ഈ പീഡാസഹനങ്ങൾക്കപ്പുറം, കാൽവരി അനുഭവങ്ങൾക്കപ്പുറം, നീ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന നിന്റെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളാകുന്ന സഹനങ്ങൾക്കപ്പുറം ഒരു ഉയർപ്പിൻ്റെ, ഒരു പ്രത്യാശയുടെ പൊൻപുലരി നിന്നെ കാത്തിരിപ്പുണ്ട്. രാത്രിയുടെ യാമങ്ങളിൽ നീ അധ്വാനിച്ച് തളരുമ്പോൾ, നിന്റെ പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ, നിന്റെ അധ്വാനങ്ങൾ ഫലം ചൂടാതെ വരുമ്പോൾ, പ്രിയമുള്ളവരെ, പ്രഭാതത്തിൽ പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന തമ്പുരാനുണ്ട്. മക്കളെ, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയെറിയുവിൻ എന്ന് പറഞ്ഞ് നിന്റെ വല നിറയെ മത്സ്യം നിറയ്ക്കുവാൻ, നിന്റെ ജീവിതത്തിൽ പുതിയ പദ്ധതികൾ ഒരുക്കുവാൻ, പുത്തൻ വഴികൾ നിനക്കായി വെട്ടിത്തെളിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. അതല്ലേ പ്രത്യാശ എന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലും അവൻ നമുക്കായിട്ട് പുത്തൻ പാത തെളിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ, ഈശോയെ കണ്ടെത്തുന്ന ജ്ഞാനികൾ, അവർക്ക് മാർഗം തെളിച്ചത് പലരുമാണ്. നക്ഷത്രം മാർഗം തെളിച്ചു. ആ നക്ഷത്രം നക്ഷത്രത്തെ കാണാതെ വന്നപ്പോൾ അവർ ഹെറോദോസിൻ്റെ രാജകൊട്ടാരത്തിലൊക്കെ അന്വേഷിക്കുന്നുണ്ട്, എവിടെയാണ് രക്ഷകൻ ജനിക്കുന്നത്, ഞങ്ങൾ അവനെ കണ്ട് ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഇതാ അവസാനം അവർ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിലെത്തി, നക്ഷത്രം തെളിച്ച വഴിയിലൂടെ. പക്ഷേ കാലിത്തൊഴുത്തിൽ യേശുവിനെ കണ്ടെത്തി ആരാധിച്ചപ്പോൾ, പൊന്നും മീറയും കുന്തിരിക്കവും അവന് കാഴ്ചയായി അർപ്പിച്ചപ്പോൾ, വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്,
സ്വപ്നത്തിൽ ലഭിച്ച നിർദ്ദേശമനുസരിച്ച് അവർ മറ്റൊരു വഴിയേ പോയി. പ്രിയമുള്ളവരെ, തമ്പുരാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, നീ ദൈവത്തോട് ചേർന്നിരുന്നാൽ, ദൈവത്തിൽ ആശ്രയം വെച്ചാൽ ദൈവം നിന്റെ ജീവിതത്തിൽ പുതിയ വഴികൾ ഒരുക്കും. ജ്ഞാനികൾ തിരിച്ചുപോയ വഴി അവിടെ ഇല്ലാഞ്ഞിട്ടല്ല, അവർക്കറിയത്തില്ലായിരുന്നു. ദൈവത്തോട് ചേർന്നിരുന്നപ്പോൾ ദൈവം അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതല്ലേ തമ്പുരാൻ വചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഫിലിപ്പി ലേഖനം 4-13 സുപരിചിതമായ വചനം. എന്നിട്ട് പറഞ്ഞ് എല്ലാവരും എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യുവാനായിട്ട് സാധിക്കും. അടുത്തിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ മുഖത്ത് നോക്കുന്നു, സന്തോഷത്തോടെ പറഞ്ഞ് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. നമ്മളെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ഞാൻ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്, പരാജയപ്പെടരുത്, വീണു പോകരുതെന്ന് ആഗ്രഹിക്കുന്നവന്. എൻ്റെ ജീവിതത്തിലെ സഹനങ്ങളിലും എൻ്റെ ജീവിതത്തിലെ രോഗങ്ങളിലും ദുരിതങ്ങളിലുമൊക്കെ പ്രത്യാശയുടെ തിരുനാളം കൊളുത്തുവാൻ ശക്തിയുള്ള ഒരു ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടെന്നേ. ആ കർത്താവിനോട് ചേർന്നിരുന്നിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അനുഗ്രഹിക്കപ്പെടും. ആശ്രമത്തിൽ നിന്ന് ഞങ്ങളൊരു പോപ്പുലർ മിഷൻ ധ്യാനത്തിന് മലബാറിൽ താമരശ്ശേരി രൂപതയിൽ ഒരു പോപ്പുലർ മിഷൻ ധ്യാനത്തിന് പോയപ്പോൾ ഭവന സന്ദർശനത്തിൽ പ്രിയമുള്ളവരെ, ഞാനൊരു കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ആ കുടുംബത്തിൽ ചേട്ടനും ചേച്ചിയും മാത്രമേ ഉള്ളൂ. 50, 55, 60 പ്രായം വരുന്ന ഈ സഹോദരങ്ങൾ, പ്രിയമുള്ളവരെ, ഇവരുടെ വീട്ടിൽ കടന്നു ചെന്നപ്പോൾ വലിയ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അല്പം വെള്ളമൊക്കെ കുടിക്കാൻ തന്നു. ഇവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവർ പറഞ്ഞൊരു കാര്യം ഇതാണ്. കോവിഡിന് ശേഷം ഇവർക്കുണ്ടായിരുന്നൊരു കൊച്ചു കച്ചവടം, ആ കച്ചവടം ഏതാണ്ട് പൂട്ടിപ്പോയ അവസ്ഥ. പ്രിയമുള്ളവരെ, 2 പേരും രോഗികളാണ്. 2 പേർക്കും നടക്കാനായിട്ട് പ്രയാസം. വെരിക്കോസ് വെയിനിൻ്റെ അസുഖങ്ങൾ, മറ്റ് അലർജി രോഗങ്ങൾ, തണുപ്പ്, വലിയ ബുദ്ധിമുട്ട്, ഒരു യാത്ര ചെയ്യുവാൻ പ്രയാസം, പുറത്തേക്ക് പോകുവാൻ പ്രയാസം. ഇങ്ങനെയുള്ള സങ്കടങ്ങളിലൂടെ ചില രോഗമേഖലകളിലൂടെ കടന്നു പോകുന്നു. അതിലേറെ ഇവർക്ക് കുഞ്ഞുങ്ങളില്ല. ഇവർ താമസിക്കുന്ന വീടിൻ്റെ മുകൾ ഭാഗം അതിവർ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. അതിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കുന്നു. മറ്റ് കൊച്ചു പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെ വീട്ടിൽ കൃഷി ചെയ്ത് അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു സാധാരണ കൊച്ചു കുടുംബം. അപ്പം ഇതെല്ലാം ഇവർ ഇങ്ങനെ പറയുന്നതിനിടയിൽ ഈ ചേച്ചി ഇങ്ങനെ ആ തിരുഹൃദയ രൂപത്തിന് മുൻപിൽ വെച്ചിരിക്കുന്ന പൂക്കൾ എന്നോട് പറഞ്ഞാൽ, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ പൂക്കളാണ്. വളരെ മനോഹരമായ കൊച്ചു പൂക്കളൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് ചേച്ചി ഇത് പറയുന്നതിൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛാ, ഇതൊക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് സങ്കടമൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് സങ്കടമൊന്നുമില്ല, വിഷമമൊന്നുമില്ല. കർത്താവ് ഞങ്ങളെ നയിക്കുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഇത് പറയുമ്പോൾ ആ ചേട്ടൻ്റെയും ചേച്ചിയുടെ മുഖത്ത് സങ്കടത്തിൻ്റെ ലക്ഷണങ്ങളില്ല. പ്രത്യാശയോടെ, പുഞ്ചിരിയോടെ ദൈവം, കർത്താവ് ഞങ്ങളെ നയിക്കുമെന്ന് പറയുന്ന ഒരു കുടുംബം. പോപ്പുലർ മിഷൻ ധ്യാനങ്ങളിൽ പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ അനവധി ഭവനങ്ങളിൽ കുടുംബ സന്ദർശന വേളകളിൽ അനേകർ പറഞ്ഞ കാര്യമുണ്ട്. അച്ഛൻ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പ്രതിസന്ധികളിലൂടെ ഒക്കെയാണ് ഞങ്ങൾ കടന്നു പോകുന്നതെങ്കിലും വിശുദ്ധ കുർബാനയോട് ചേർന്നിരിക്കുന്നുണ്ട് കേട്ടോ. കുടുംബ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. കർത്താവ് ഇതുവരെ ഞങ്ങളുടെ ജീവിതത്തെയും അനുഗ്രഹത്തിൽ നിന്നും മുടക്കിയിട്ടില്ല. ഈ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലും ദൈവം ഞങ്ങൾക്കായിട്ട് പ്രത്യാശയുടെ ചില ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്ന് അനേകർ സാക്ഷ്യപ്പെടുത്തുന്ന പോപ്പുലർ മിഷൻ ധ്യാനങ്ങളൊക്കെ മനസ്സിലേക്ക് ഈ സമയം കടന്നു വരികയാണ്. പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ നമ്മുടെ പദ്ധതികൾ നാം പ്രതീക്ഷിക്കുന്നത് പോലെ നടക്കുന്നുണ്ടാവില്ല. ചില ജോലി തടസ്സങ്ങൾ, ചില സാമ്പത്തിക ഞെരുക്കങ്ങൾ, പ്രത്യേകിച്ച് മക്കളെക്കുറിച്ചൊക്കെയുള്ള ഒട്ടനവധി ആകുല ചിന്തകൾ, അസ്വസ്ഥതകളൊക്കെ മനസ്സിൽ നിലനിൽക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കളെ, കർത്താവ് നൽകുന്ന പ്രത്യാശയുടെ ഒരു വചനമാണ് നമ്മൾ ആരംഭത്തിൽ വായിച്ചു കേട്ടത്. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനത്തിലൂടെ ഇപ്രകാരം കർത്താവ് നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതിനാൽ
കരുണയും കാരുണ്യവും കൃപാവരവും ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യാശയോടെ നമുക്ക് കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. പ്രിയമുള്ളവരെ, ജീവിതത്തിലെല്ലാം തകർന്നു, എല്ലാം നഷ്ടപ്പെട്ടു, ജീവിതം പോലും അവസാനിച്ച അവസ്ഥയിൽ ഇതാ ഈശോ ഉദ്ധിതനായപ്പോൾ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. നിന്റെ ജീവിതം പോലും തീർന്നു പോയല്ലോ എന്ന് ചിന്തിക്കുന്ന വേളയിലും ഇടപെടുവാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 37-ാം തിരുവചനം, കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ലെന്നേ. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും, ശക്തമായിട്ട് ഇടപെടും. അതിനാൽ ദൈവകൃപയോട് നമുക്ക് ഓരോരുത്തർക്കും ചേർന്ന് നിൽക്കാം. ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നതിൽ യാതൊരു സംശയമില്ല. ശക്തരായവരെ ദൈവം വീണ്ടും ശക്തിപ്പെടുത്തും. നോക്കിയ, ദൈവത്തിൻ്റെ ചൈതന്യമുണ്ടെങ്കിൽ, കാലബിൻ്റെ ചൈതന്യത്തെക്കുറിച്ച് നമ്മൾ വായിച്ചു പോയി. ദൈവത്തിൻ്റെ ചൈതന്യമുണ്ടെങ്കിൽ പ്രത്യാശയോടെ ജീവിക്കാൻ നമുക്ക് പറ്റും. ഇസ്രായേൽ സമൂഹം ഇതാ ഫിലിസ്ത്യരുടെ മുന്നിൽ ഒന്ന് അടിപതറി നിൽക്കുന്ന സമയം, ഗോലിയാത്തിൻ്റെ നേതൃത്വത്തിൽ കടന്നു വന്ന ഫിലിസ്ത്യർ ഇസ്രായേൽ സമൂഹത്തെ വെല്ലുവിളിക്ക്, ആരെങ്കിലും ഉണ്ടോ, ശക്തരായവർ, ധീരരായവർ, എന്നോട് മല്ലടിക്കുവാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജ്യേഷ്ഠന്മാർക്ക് ഭക്ഷണവുമായി കടന്നു വരുന്ന ദാവീദ് എന്ന കൊച്ചു ബാലൻ അവനിത് കേട്ടുകൊണ്ട് വരികയാണ്. ആരുമില്ലേ തൻ്റെ ഇസ്രായേൽ സമൂഹത്തിൽ ഈ വെല്ലുവിളിയെ നേരിടുവാൻ? അവൻ സൗൽ രാജാവിനോട് പറയുന്നു, ഞാൻ പോകാം, ഞാനിതാ പോകാമെന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ആദ്യം അവനെ ഒന്ന് നിരുത്സാഹപ്പെടുത്തിയെങ്കിലും അവൻ പോവുകയാണ്. അവൻ പോകുമ്പോൾ ശക്തനായ ഗോലിയാത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിലാകെയുള്ള ഒരു കരുത്തെന്ന് പറയുന്നത് എന്തെന്നാ? പ്രവാചകൻ അവനെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു ദാവീദ്. പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം അവൻ്റെ മേലുണ്ടായിരുന്നു. അവനിതാ ഗോലിയാത്തിനെ വകവരുത്തുമ്പോൾ തമ്പുരാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവത്തിൻ്റെ ചൈതന്യമുള്ള ഒരു വ്യക്തിയും തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം പ്രത്യാശയിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ വഴി നടത്തും. നാം ആയിരിക്കുന്ന, കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, നാം ഓരോരുത്തരും കടന്നു പോകുന്ന സാഹചര്യത്തെ അതിജീവിക്കുവാനുള്ള കരുത്ത് ദൈവം നമുക്ക് നൽകും. അതിനായി പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നമ്മളിലുണ്ട്. ആ ചൈതന്യത്തിൽ, പരിശുദ്ധാത്മാവിൽ, ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നമുക്ക് നീങ്ങാം, പ്രത്യാശയോടെ നീങ്ങാം. ഈശോ പുതിയ വഴികൾ നമുക്കായിട്ടൊരുക്കും. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 2-ാം തിരുവചനം, അവൻ നിനക്ക് മുൻപേ തൻ്റെ ദൂതരെ അയച്ച് നിൻ്റെ വഴികൾ ഒരുക്കും. കരങ്ങൾ കൂപ്പാം, കണ്ണുകളടയ്ക്കാം. കർത്താവേ, നീയൊരുക്കുന്ന വഴികൾ, പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലും നീയൊരുക്കുന്ന പ്രത്യാശയുടെ വഴികളിലൂടെ നടന്നു നീങ്ങുവാൻ, തളർന്നു പോകാതെ കരുത്തു നൽകുന്ന സാന്നിധ്യമായി നീ കൂടെയുണ്ട് എന്ന ബോധ്യത്തിൽ ജീവിത സഹനങ്ങളെ അതിജീവിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, സഹായകനെ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ നിരാശയും അസ്വസ്ഥതകളും എടുത്തു മാറ്റി ധൈര്യം നൽകി, പ്രത്യാശ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.